ഹലോ, ഗുഡ് ഈവനിങ്. ഇന്ന് എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഇത് വളരെയധികം ഇഷ്ടമാവും. അപ്പോൾ ഞാൻ വേഗം റെസിപ്പിയിലേക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 നേന്ത്രം പഴം എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പഴം ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു പാനിൽ അടുപ്പത്തേക്ക് വെക്കാം. ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പഴം ഈ നെയ്യിലോട്ടിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പഴം ഇങ്ങനെ തന്നെ കട്ട് ചെയ്യണമെന്നില്ല, റൗണ്ടിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇതിനനുസരിച്ചിട്ടാണ് ചെയ്യാവുന്നത്. ഞാനിപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തു എന്നേ ഉള്ളൂ. ഇത് ചെറുതായിട്ട് ഈ നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ചെറുതായിട്ട് കളറൊന്ന് മാറി വരുന്നുണ്ട്. ചെറുതായിട്ട് പഴത്തിൻ്റെ കളറെല്ലാം ഒന്ന് മാറി വരുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ഇത് ഇഷ്ടമാവും. സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് ലൈറ്റായിട്ട് കഴിക്കാൻ കൊടുക്കാനൊക്കെ ഇത് ഉപകാരപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാനൊന്ന് ശ്രമിച്ച് നോക്കട്ടെ, കുട്ടികൾക്ക് ഇഷ്ടമാവും എന്താണെന്നുള്ളത്. ഇനി ഇതിലേക്ക് ഒരു മുട്ടയൊന്ന് പൊട്ടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് ചീക്കി കൊടുക്കാം. ചിക്കി എടുക്കാം. പൊടിച്ച് എടുക്കാം. ഇങ്ങനെ ഇളക്കി ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇത് ഇഷ്ടമാവും. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യണം, ഒപ്പം തന്നെ വീഡിയോ ഷെയർ ചെയ്യുകയും വേണം. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.